+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതായത് രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നും ഒരു ലൈനിലെ രണ്ട് പോയിൻറ്റുകൾ അറിയാമെങ്കിൽ പോയിൻറ്റുകൾക്കിടയിലുള്ള എല്ലാ പോയിൻറ്റുകളുടെ കോർഡിനേറ്റ്സും സെക്ഷൻ ഫോർമുലയിലെ ഇൻറ്റേർണൽ ഡിവിഷൻ മെത്തേഡിലൂടെയും രണ്ട് പോയിൻറ്റുകൾക്ക് വെളിയിലുള്ള പോയിൻറ്റുകളാണെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷൻ മെത്തേഡിലൂടെ ലൈനിലുള്ള മറ്റു പോയിൻറ്റുകളുടെ കോർഡിനേറ്റ്സും, അതായത് പൊതുവെ പറഞ്ഞാൽ ലൈനിലുള്ള എല്ലാ പോയിൻറ്റുകളും കാണാമെന്നും ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നാൽ അതിൻ്റെ ഏരിയ കാണാൻ കഴിയുമെന്നുള്ള ബേസിക് ഫോർമുലയാണ് പഠിച്ചത്. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ ഈ സെക്ഷൻ മുതലാണ് യഥാർത്ഥമായിട്ട് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഏതാനും ലൈൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഫിഗറിൽ 4 ലൈൻസും ഒരു റെഡ് ലൈനിൽ മറ്റൊരു ലൈനുമാണുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് ഇവിടെ നമുക്ക് പറയാം എല്ലാറ്റിൻ്റെയും ലെങ്ത്ത് ഈക്വലാണ്, എന്നാൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവയുടെ ഡയറക്ഷനിൽ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റെഡ് കളറിലുള്ള ഏരോ, ആ ലൈൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ അതേ പൊസിഷനിലുള്ള വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ ഇവിടെ ഉണ്ട്. കുറച്ച് ഒന്ന് ഡയറക്ഷൻ ഒന്ന് മാറ്റിയാൽ, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ ലൈനായിട്ട് മാറും. ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താൽ ഈ ആദ്യത്തെ ലൈനായിട്ട് മാറും. ഒന്നും കൂടി ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അത് ഈ താഴെ കിടക്കുന്ന ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ലൈനായിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാവുന്നതോടെ ഈ റെഡ് ലൈൻ ഈ ബ്ലാക്ക് ലൈനിലുള്ള 4 ഭാഗത്തുള്ള 4 തരത്തിലുമുള്ള ലൈൻ കവർ ചെയ്യും എന്ന് ചുരുക്കം. അതായത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് എല്ലാ ലൈനും ലഭിക്കുന്നതായി മനസ്സിലാക്കാം. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലൈനുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവയുടെ ചെരിവിൽ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ കാര്യം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഒരു ലൈൻ കാണാൻ സാധിക്കും നമുക്ക്. ഈ ലൈൻ നമുക്ക് ഈ പ്ലെയിനിൽ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് മാറ്റം വരുത്തുമ്പോൾ കണ്ടോ, ഈ സ്ലൈഡിൽ വെച്ച് മാറ്റം വരുത്തുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ ഈ റൊട്ടേഷൻ പൂർത്തിയാവുന്നതോടെ എല്ലാ ഭാഗത്തുമുള്ള ഈ പ്ലെയിനിൽ വരയ്ക്കാവുന്ന എല്ലാ ലൈനും ഈ റൊട്ടേഷനിലൂടെ നമുക്ക് സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ലൈനിൻ്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ പറയണമെങ്കിൽ നമുക്ക് മറ്റൊരു ലൈനുമായി കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. പൊതുവെ നാം എപ്പോഴും ആദ്യ കാര്യം ചെയ്യുന്നത് എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. എക്സ് ആക്സിസ് എന്നുള്ളത് ഫിക്സഡ് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈനിനെ സൂചിപ്പിക്കാൻ ചലിക്കാത്ത സ്ഥിരമായിട്ട് നിൽക്കുന്ന മറ്റൊരു ലൈനുമായി കണക്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് നമുക്കത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈൻ ഇങ്ങനെ മാറുമ്പോൾ അത് എത്രയാണ് മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിതിന് 2 ഭാഗത്ത് ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് ആംഗിൾ. നമുക്കറിയാം ഇത് എക്സ് ആക്സിസ് ആണെന്ന്. ഇത് അതിൻ്റെ പോസിറ്റീവ് ഭാഗമാണ് എന്നും ഇത് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ഭാഗമാണെന്നും പറയാം. അപ്പോൾ നമുക്ക് ഈ ലൈനിനെ ഇവിടെ
സാധാരണ സൂചിപ്പിക്കുന്നത് ആ ലൈൻ മാറുന്നത് അതിൻ്റെ ഇവിടെ നോക്കുക, അതിൻ്റെ ആ ആംഗിൾ ഒന്ന് ഇവിടെ നമുക്ക് നോക്കിയാൽ കിട്ടും. ഇപ്പോൾ അതാ ഈ ലൈനിൻ്റെ ആംഗിൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ 73.8. നമുക്കത് ഒന്നും കൂടി ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് നീക്കിയാൽ ഇതാ എക്സ് ആക്സിസിന് പാരലലായി ലൈൻ ഇപ്പോൾ 7.22 ഇങ്ങനെ പോയി ഇതാ ഇങ്ങനെ വെർട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ അതാ വെർട്ടിക്കൽ 90.01 ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒന്നും കൂടിയും ചെരിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഒപ്റ്റ്യൂസ് ആംഗിളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്റ്റ്യൂസ് ഇതേ രീതിയിലാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത്. അത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഭാഗം, എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഭാഗം. ഇതൊന്നൊരു കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ആണ്. എക്സ് ആക്സിസിൻ്റെ അതായത് ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ലൈനാണെങ്കിൽ അതിൻ്റെ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അക്യൂട്ട് കണ്ടോ, ഇതുവരെ അക്യൂട്ടാണ്, ഇവിടൊക്കെ അക്യൂട്ടാണ്. എന്നാൽ അതേസമയം ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ കർവാണെങ്കിൽ ലൈനാണെങ്കിൽ അത് ഒപ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും, അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്. ഇങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അതായത് ഇവിടെ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ദിസ് ഈസ് നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ, അതായത് രണ്ട് ലൈൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവയുടെ ഡയറക്ഷൻ ആണ് എന്നുള്ളത് ഇതിനനുസരിച്ച് മനസ്സിലാക്കാം. അതായത് തീറ്റ മാറുന്നതിനനുസരിച്ച്, തീറ്റ ആംഗിൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ചെരിവ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് ഒരു ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നാം പറയുന്നത് ഇൻക്ലിനേഷൻ. അതായത് ഇവിടെ തീറ്റ 32.43 ഇതിനെയാണ് നാം പറയുന്നത് ഇൻക്ലിനേഷൻ. അപ്പോൾ ഈ ഇൻക്ലിനേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, തീറ്റ മാറുന്നതിനനുസരിച്ച് ഇൻക്ലിനേഷൻ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നാം പറയുന്നത് ഇൻക്ലിനേഷൻ. ഒരു ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലിനേഷൻ. അപ്പോൾ ഇൻക്ലിനേഷൻ ഏത് മുതൽ ഏത് വരെയാണ് നമ്മൾ വാരി ചെയ്യുക? നമുക്ക് നോക്കാം. ഇതാ ഇൻക്ലിനേഷൻ ഇപ്പോൾ 0 ആണ്, തീറ്റയുടെ വാല്യൂ 0 ആണ്, തീറ്റ അവിടെ കാണാനില്ല. ഇതാ തീറ്റ കൂടി വരുന്നു, കൂടി വന്ന് ഇപ്പോൾ കുറച്ചും കൂടി തീറ്റ വെർട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കുറച്ചും കൂടി എത്തി, തീറ്റ എന്നുള്ളത് 180ലേക്ക് വാരി ചെയ്യുന്നു. തീറ്റ ഈക്വൽ ടു 180 ഫിഗറിൽ നമുക്ക് കാണാം. അതായത് നമുക്കൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. എന്താണ് ഈ ഇൻക്ലിനേഷൻ ഏത് മുതൽ ഏത് വരെയാണ് വാരി ചെയ്യുന്നത് എന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. 0 മുതൽ 180 വരെയാണ് ഈ ഇൻക്ലിനേഷൻ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻക്ലിനേഷൻ വാരീസ് ഫ്രം 0 to 180 അല്ലെങ്കിൽ 0 to പൈ എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് മറ്റൊരു കാര്യം കൂടി ഇവിടെ നോക്കാം. അതായത് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഇതാ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇതോ കണ്ടോ, ഇവിടെ ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ച്, ഈ തീറ്റ എന്നുള്ള ആംഗിളിനെ സംബന്ധിച്ച് ഒരു ഹൊറിസോണ്ടൽ ലൈനുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെരിവ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആംഗിൾ മാറുന്നതിനനുസരിച്ച് മാറുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമ്മൾ അതിനെ എന്താണ് പറയുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിനെയാണ് നാം പറയുന്നത് ടാൻ തീറ്റ. ഇവിടെ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തീറ്റ എന്ന് പറയാം. ഒരു ലൈനിൻ്റെ ഡയറക്ഷനെ നമുക്ക് എങ്ങനെയും കൂടി റെപ്രസെൻ്റ് ചെയ്യാം, ടാൻ തീറ്റ. നമ്മൾ അതിനെയാണ് പറയുന്നത് സ്ലോപ്പ്. അതായത് സ്ലോപ്പ് എന്നുള്ളതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, സ്ലോപ്പ്. ഇനി ആ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എം, സ്മോൾ എം. അതുകൊണ്ട് നമുക്ക് എന്തുകൂടി പറയാം? എം ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഒരു ലൈനിൻ്റെ ചെരിവിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ അതാണ് എം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്ലോപ്പ് എം ഈക്വൽ ടു ടാൻ തീറ്റ. നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്ന്, ഒരു ലൈൻ
പോസിറ്റീവ് ഡയറക്ഷനുമായി എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നാം പറയുന്നത് ഇൻക്ലിനേഷൻ. മറ്റൊന്ന്, ഇൻക്ലിനേഷൻ വാരി ചെയ്യുന്നത് 0 മുതൽ പൈ വരെയാണ്. ഇനി ഇങ്ങനെയുള്ള ഈ സ്ലോപ്പിനെ, ഈ ചെരിവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ടാൻ തീറ്റ. ഫിഗർ നമുക്ക് മനസ്സിലായി. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതിനെയാണ് ടാൻ തീറ്റ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എം. നമുക്കറിയാം ഈ എമ്മിൻ്റെ വാല്യൂ ഈ ഇവിടെ 45, നമുക്കറിയാം ടാൻ 45. എന്തായിരിക്കും ടാൻ 45? ടാൻ 45 നമുക്ക് ടാൻ 45 ഒന്നാക്കി നോക്കാം. എന്താണ് ടാൻ 45? ടാൻ 45 ആണെങ്കിൽ എം ഈക്വൽ ടു 1 എന്ന് കിട്ടും. എം ഈക്വൽ ടു 1. എം സ്ലോപ്പിൻ്റെ വാല്യൂ എം ഈക്വൽ ടു 1. ദെൻ ഇതിൽ നിന്ന് സ്ലോപ്പ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കേസ് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ പോസിറ്റീവ് എല്ലാം സ്ലോപ്പ് പോസിറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ്. ഇനി അതായത് ആംഗിൾ ഇങ്ങനെ 90 വരെ എത്തുന്നത് വരെ. ഇപ്പോൾ 90 എത്തുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് എന്താണ് ടാൻ 90? നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ് ടാൻ 90. നമുക്ക് 90 എത്തുന്ന സമയത്ത് നമുക്ക് വാല്യൂ കാണില്ല. 90 എത്തുമ്പോൾ സ്ലോപ്പ് ഉണ്ടാവില്ല. കാരണം എന്താ? ടാൻ നോട്ട് ഡിഫൈൻഡ്. ഇനി അതിനുശേഷം 90ക്ക് കൂടുതലായാൽ സ്ലോപ്പ് വാല്യൂ നെഗറ്റീവായിട്ട് മാറുന്നു. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ, ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്കാണ്. 90 വരെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും 90ക്ക് ശേഷം സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവാണ്. അതാണ് ഇവിടെ എം നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നത്. അതായത് സ്ലോപ്പ് പോസിറ്റീവാണ്. അതായത് ഏത് സമയത്ത്? ലെസ് ദാൻ 90. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ, ഇങ്ങോട്ട് ചെരിഞ്ഞതാണെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞതാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവാണ്. ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെരിവെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവാണ്. കൂടാതെ 90 ആണെങ്കിൽ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് സ്ലോപ്പ് ഡിഫൈൻഡ് ഓൺലി ഫോർ നോൺ വെർട്ടിക്കൽ ലൈൻസ് എന്ന് ചുരുക്കം. പിന്നെ കൂടാതെ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി കൺക്ലൂഡ് ചെയ്യാനുള്ളത്, സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഒരു ലൈനിന് പാരലായ ലൈനിൻ്റെയും സ്ലോപ്പ് എന്തായിരിക്കും? എക്സ് ആക്സിന് പാരലായ ലൈനിൻ്റെയും സ്ലോപ്പ് 0 ആയിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിന് പാരലായ ലൈൻ, അതായത് വെർട്ടിക്കൽ ലൈനിന് സ്ലോപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കതൊന്ന് എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊന്ന് എഴുതി വയ്ക്കാം. എഴുതേണ്ടത് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ. നോട്ടിലേക്ക് എഴുതേണ്ടത് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് എഴുതേണ്ടത് ദ ആംഗിൾ മെയ്ഡ് ബൈ എ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് കോൾഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ. ഇൻക്ലിനേഷൻ. ഇനി കൂടാതെ നമുക്ക് ഏതാനും നോട്ടായിട്ട് എഴുതാം. പ്രധാന പോയിന്റുകളാണ് നോട്ട്സായിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ റിമാർക്കായിട്ട്. ഒന്നാമത്തെ, ദ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ വാരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഒരു ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ, ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ 0 ടു 180 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 ടു പൈ എന്ന് എഴുതാം. ഇനി ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്നും നമുക്ക് എഴുതാം. രണ്ടാമത്തെ പ്രധാന പോയിന്റ്, ദ ഇൻക്ലിനേഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് എനി ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഈസ് 0. മൂന്നാമത്തെ പോയിന്റ്, ദ ഇൻക്ലിനേഷൻ ഓഫ് വൈ ആക്സിസ് ആൻഡ് എനി ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ഈസ് 90 ഡിഗ്രി. ഇൻക്ലിനേഷൻ നമ്മൾ പറഞ്ഞ ഒന്ന് ഇൻക്ലിനേഷനാണ്, മറ്റൊന്നാണ് സ്ലോപ്പ്. അടുത്തതും എഴുതാൻ, നോട്ടിലേക്ക് എഴുതാനുള്ളതാണ് ഈ ബോർഡർ ഉള്ളത്. ഇഫ് തീറ്റ is the inclination of a line L, then tan theta is called slope or gradient of the line and it is denoted by small m. ജോമെട്രിയിൽ എവിടെ എം കണ്ടാലും അർത്ഥം സ്ലോപ്പ് എന്നാണ് അർത്ഥം. താഴെ ബോക്സിലാക്കിയിട്ട് അത്യാവശ്യമായ പോയിൻ്റാണ് സ്ലോപ്പ്. എം ഈക്വൽ ടു ടാൻ തീറ്റ വേർ തീറ്റ ഈസ് ദ ഇൻക്ലിനേഷൻ. ഇവിടെയും നമുക്ക് ഏതാനും പ്രധാന ഇതിനോടനുബന്ധമായ കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം.
ഒന്നാമത്തെ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് എനി റിയൽ നമ്പർ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവാണ്, വെർട്ടിക്കലാണെങ്കിൽ അവിടെ ഡിഫൈൻഡ് അല്ല, എങ്കിലും നമുക്ക് സ്ലോപ്പ് 0 വരും, പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും എന്ന് പറഞ്ഞാൽ എനി റിയൽ നമ്പർ വരും എന്നർത്ഥം. അല്ലെങ്കിൽ ഇവിടെ എനി റിയൽ നമ്പർ എന്ന് മാത്രം പറഞ്ഞാലും മതിയായിരിക്കും. സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് എനി റിയൽ നമ്പർ. സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് എനി റിയൽ നമ്പർ. രണ്ടാമത്തെ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് എനി ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഈസ് 0. Slope of y-axis and any line parallel to y-axis is not defined. ഇവിടെ തന്നെ പറയുന്നുണ്ട്, സ്ലോപ്പ് ഡിഫൈൻ ഓൺലി ഫോർ നോൺ വെർട്ടിക്കൽ ലൈൻസ്. നാലാമത്തെ പോയിന്റ്, വെൻ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ഇൻക്ലിനേഷൻ ഈസ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കായിരിക്കും അത് ചെരിഞ്ഞ് കിടക്കുന്നത് എന്നർത്ഥം. അഞ്ചാമത്തെ പോയിന്റ്, വെൻ സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഇൻക്ലിനേഷൻ ഈസ് ഒബ്റ്റ്യൂസ്. ഇതാണ് ഇതിനോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് കേസ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. 2 പോയിൻ്റ് തന്നാൽ സ്ലോപ്പിൻ്റെ കാര്യം. നമുക്കതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്ന് ഇവിടെ ഹെഡിങ് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ 2 പോയിൻ്റാണ് നമുക്ക് തരിക. ആ 2 പോയിൻ്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കാണുന്നത് എങ്ങനെയെന്ന് ആദ്യമായിട്ട് നമുക്കിതിനെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒക്കെ രേഖപ്പെടുത്താം. വൈ ആക്സിസ്, പിന്നെ ദെൻ അടുത്തത് എക്സ് ആക്സിസ്, വൈ ആക്സിസിന് ശേഷം നമ്മൾ ചെയ്യുന്നത് 2 പോയിൻ്റാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 പോയിൻ്റ്. അപ്പോൾ ആ ലൈൻ നമുക്കൊന്ന് വരയ്ക്കാം. ആ ലൈൻ ഇതാണ് നമ്മുടെ ലൈൻ. ലൈൻ 2 ലൈൻ കിട്ടി. നോക്കുക, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ആ പോയിൻ്റ് നമുക്ക് ആ പോയിൻ്റ് ഒന്ന് കൊടുക്കാം. ഏതൊക്കെയാണ് ആ പോയിൻ്റ് എന്നുള്ളത് നോക്കുക. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത, ഒരു പോയിൻ്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. ഇവിടെ എ, ഇതാണ് നമ്മുടെ എ എന്ന പോയിൻ്റ്. ഇവിടെ കോർഡിനേറ്റ്സ് കൊടുക്കാം. ഫസ്റ്റ് പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കതിന് എ എന്ന് കൊടുക്കാം. എ ബി, നമ്മളെപ്പോഴും ഫസ്റ്റ് പോയിൻ്റ് എ ആയിട്ടാണ് കൊടുക്കുക. എ ബി എന്നുള്ള രീതിയിലാണെങ്കിൽ എ. ഇനി പി ക്യു ആണെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് പി, സെക്കൻഡ് പോയിൻ്റ് ക്യു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് x1 y1 എന്ന് കൊടുക്കാം. ദെൻ അടുത്തൊരു പോയിൻ്റ് ബി നമുക്ക് ഇവിടെ കൊടുക്കാം, ക്യാപിറ്റൽ ബി. അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ x2 y2 എന്ന് കൊടുക്കാം. ഇതാണ് ലൈൻ. നമുക്ക് ആ ലൈനിന് എൽ എന്ന് കൊടുക്കാം. എൽ. കൂടാതെ അതിനൊരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിളിനെ നമുക്ക് തീറ്റ എന്നും കൊടുക്കാം. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് അർത്ഥം. ഇനി നമുക്കിതിൻ്റെ ആംഗിളാണ് കാണുന്നത്, സ്ലോപ്പാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആംഗിൾ തീറ്റയാണ്. നമുക്ക് എ മുതൽ ബി വരെയുള്ള 2 പോയിൻ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി മാറ്റാൻ എയിൽ നിന്നും ബിയിൽ നിന്നും, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി മാറ്റുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെ മാറ്റാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബിയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയാൽ ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് നമുക്ക് കൊടുക്കാം. ആ പോയിൻറ്റിനെ നമുക്ക് പുതിയ പോയിൻ്റാണ് സി ആയിട്ടും കൊടുക്കാം, ക്യാപിറ്റൽ സി. ഇനി ഇപ്പോൾ ഇതേ ആംഗിൾ തന്നെയായിരിക്കും ഇപ്പുറത്തുള്ള ആംഗിൾ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഈ ആംഗിളും തീറ്റയായിരിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ പറയാം, കൺസിഡർ എ ലൈൻ പാസിംഗ് ത്രൂ 2 given points, capital A x1 y1 and capital B x2 y2 with inclination theta. ഇനി ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഈ പോയിൻ്റ് എയുടെ കോർഡിനേറ്റ്സ് x1 ആണ്, അതായത് ഈ ഡിസ്റ്റൻസ് x1 ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് ബിയുടെ പോയിൻ്റ് x2 y2 ആണ്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. എന്തായിരിക്കും സിയുടെ കോർഡിനേറ്റ്സ്? എക്സ് കോർഡിനേറ്റ് x2 ആയിരിക്കും,
ഇനി ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്, ആ ഹൈറ്റാണ് y1. അപ്പോൾ നമുക്ക് x2 y1 എന്ന് കൊടുക്കാം. x2 y1. നമുക്കിവിടെ ആവശ്യം ഇതിൻ്റെ ആംഗിൾ കാണാൻ. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എ സി എന്ന ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ എ സി കാണാൻ എന്ത് ചെയ്താൽ മതിയായിരിക്കും? x2 മൈനസ് x1 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് x2, ഇത് x1. ഇനി ഈ ഹൈറ്റ്, ബി വരെയുള്ള ഹൈറ്റ് y2 ആണ്, സി വരെയുള്ള ഹൈറ്റ് y1 ആണ്. അപ്പോൾ നമുക്കിതിനെ y2 മൈനസ് y1 എന്നും കൊടുക്കാം. ഇനി നാം പഠിച്ചത് ഫ്രം ഫിഗർ നമുക്ക് എഴുതാം. അപ്പോൾ നേരത്തെ കാര്യം കൂടി നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എഴുതാം. കൺസിഡർ എ ലൈൻ. കൺസിഡർ എ ലൈൻ passing through two given points. Two given points, capital A x1 y1 and capital B x2 y2 with inclination theta. With inclination theta. തീറ്റയാണ് ഇവിടുത്തെ ഇൻക്ലിനേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഫ്രം ഫിഗർ ടാൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു ബി സി ബൈ എ സി. എന്താണ് ബി സി? ബി സി എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. പിന്നെ നമുക്കറിയാവുന്നത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നാം ആദ്യമേ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എം ടാൻ തീറ്റ എന്നാണ്. അതായത് സ്ലോപ്പ് എം ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റയ്ക്ക് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്കിത് രണ്ടും കൂടിയും കണക്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. യൂസിങ് 1 and 2 we have slope of a line passing through two given points x1 y1 and x2 y2 is given by slope m equal to, അതായത് slope m equal to y2 minus y1 by x2 minus x1. നമുക്ക് ആവശ്യമുള്ളൊരു ഫോർമുല, രണ്ട് പോയിൻ്റ് കിട്ടിയാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 ആൻഡ് x2 y2 ആണെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല സ്ലോപ്പ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നമുക്ക് ആവശ്യമുള്ളൊരു ഫോർമുലയാണ് ഇത്. നമുക്കിതിനെ അടുത്തൊരു പേജിൽ വൃത്തിയിൽ ഒന്ന് എഴുതി വയ്ക്കാം. അതായത് സ്ലോപ്പ് ഓഫ് എ ലൈൻ എഴുതാനുള്ളത് ഇതാണ്, നമുക്ക് ബോക്സിലാക്കി എഴുതാനുള്ളത്. slope of a line passing through x1 y1. നമുക്കിവിടെ എ ബി എന്നുള്ളത് പ്രാധാന്യമില്ല. x1 y1 and x2 y2 is given by slope m denote ചെയ്യുന്നത് m equal to y2 minus y1 by x2 minus x1. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുല. നിർബന്ധമായും എപ്പോഴും അറിയേണ്ട ഒരു ഫോർമുലയാണ് സ്ലോപ്പ്. നമുക്കിനി അടുത്ത ഒരു കൺസെപ്റ്റ്, അതായത് കണ്ടീഷൻ ഫോർ പാരലലിസം ഓഫ് ടു ലൈൻസ് ഇൻ ടേംസ് ഓഫ് സ്ലോപ്സ്. രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഇതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. കണ്ടീഷൻ ഫോർ പാരലലിസം. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിവിടെ രണ്ട് ലൈനാണ്. അത് സ്ലോപ്പിൻ്റെ രൂപത്തിൽ എങ്ങനെയായിരിക്കും പാരലൽ ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നേരത്തെ എഴുതിയ പോലെ തന്നെ വൈ ആക്സിസ് എക്സ് ആക്സിസ് ആ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് രണ്ട് ലൈൻ ഒന്ന് വരയ്ക്കേണ്ടതുണ്ട്. 2 ലൈൻ. ഒരു ലൈൻ ഇതാ, നമുക്കിതിനെ ലൈൻ L1 എന്ന് കൊടുക്കാം. അടുത്ത ലൈൻ ഇവിടെ പാരലലാണ് ലൈൻ. രണ്ട് ലൈന് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. 2 ലൈൻസ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം എഴുതാം. വൈ ആക്സിസ് ആണ് ഇത്, അതുപോലെ തന്നെ എക്സ് ആക്സിസ് ആണ്. 0 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻ ലൈൻ. ഇനി അതുപോലെ തന്നെ ഇത് ആദ്യ ലൈനിനെ നമുക്ക് L1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ലൈനിനെ L2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കാര്യം ഒന്ന് ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങുകയും ചെയ്യാം. കൺസിഡർ 2 പാരലൽ ലൈൻ. പാരലൽ ലൈൻസ്, ലൈൻ്റെ പേര് L1 ആൻഡ് L2 വിത്ത് inclination theta 1 and theta 2 and സ്ലോപ്പും കൂടി അവിടെ എഴുതാം. ആൻഡ് സ്ലോപ്പ്, ഫസ്റ്റിൻ്റെ സ്ലോപ്പ് M1 ആൻഡ് M2. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഒന്നാമത്തെ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ L1 ആണെങ്കിൽ തീറ്റ 1, ദെൻ L2 ആണെങ്കിൽ അതിൻ്റെ ഇൻക്ലിനേഷൻ തീറ്റ 2 ആണ്. തീറ്റ 2. ആദ്യത്തെ സ്ലോപ്പ് M1. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ഉണ്ട്. L1 വിത്ത് ഇൻക്ലിനേഷൻ തീറ്റ 1 ഹാവിങ് സ്ലോപ്പ് M1. അനദർ ലൈൻ L2 വിത്ത് ഇൻക്ലിനേഷൻ തീറ്റ 2 and slope M2 and L1 and L2 are parallel. രണ്ട് പാരലൽ ആകുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. എന്താണ് ക്ലിയർ? തീറ്റ 1 ഈക്വൽ ടു തീറ്റ 2. അപ്പോൾ നമുക്ക് ആൻസർ ആക്കി എഴുതാം. ക്ലിയർലി ഇറ്റ് ഈസ് വെരി ക്ലിയർ. തീറ്റ 1 ഈക്വൽ ടു തീറ്റ 2. രണ്ട് ഭാഗത്തും സ്ലോപ്പ് കിട്ടാൻ നമുക്ക് ടാൻ അപ്ലൈ ചെയ്യാം. ടാൻ തീറ്റ 1 ഈക്വൽ ടു tan theta 2. What is tan theta 1? Slope M1 equal to M2. അതായത് സ്ലോപ്പ് ഓഫ് L1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് L2 എന്നർത്ഥം. നമുക്കത് എഴുതാവുന്നതാണ്. സ്ലോപ്പ് ഓഫ് L1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് L2. ഇതാണ് നമുക്കറിയാവുന്ന കണ്ടീഷൻ. നമുക്കിനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരു റിസൾട്ട് എന്ന രീതിയിൽ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് 2 നോൺ വെർട്ടിക്കൽ ലൈൻസ് ആർ പാരലൽ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. 2 നോൺ വെർട്ടിക്കൽ ലൈൻസ് ആർ parallel if and only if and only if their slopes are equal. Their slopes are equal. അതായത് പാരലൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്സ് ആർ ഈക്വൽ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള റിസൾട്ട്. രണ്ട് ലൈൻ പാരലൽ ആവാനുള്ള കണ്ടീഷൻ അവയുടെ സ്ലോപ്സ് ആർ ഈക്വൽ. ഇവിടെ നോൺ വെർട്ടിക്കൽ എന്ന് പറയാൻ കാരണം ലൈനിൻ്റെ സ്ലോപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓൺലി ഫോർ നോൺ വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കൽ ലൈനിനെ പറ്റിയിട്ട് പിന്നെ സ്ലോപ്പ് ഈക്വൽ ആയാലും അവിടെ പാരലൽ എന്ന കണ്ടീഷന് പ്രസക്തിയില്ല എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ പാരലൽ ആവുന്ന കാര്യം പറഞ്ഞു. പാരലൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരുന്നൊരു കാര്യം പെർപെൻഡിക്കുലർ ആണ്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 2 ലൈൻസ് ഇൻ ടേംസ് ഓഫ് ദെയർ സ്ലോപ്സ്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ഉണ്ട്. ആ രണ്ട് ലൈനിൻ്റെ പ്രത്യേകത, ആ രണ്ട് ലൈൻ എങ്ങനത്തെ ലൈനായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ L1 ആയിക്കോട്ടെ. നമുക്ക് മറ്റൊരു ലൈൻ
പെർപെൻഡിക്കുലർ ആകത്തക്ക വിധത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത്. പെർപെൻഡിക്കുലർ, അതായത് പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ വൈ ആക്സിസ് കൊടുക്കുന്നു. ദെൻ എക്സ് ആക്സിസ് 0 അവിടെ ഉണ്ട്. ഒരു ലൈൻ L1, മറ്റൊരു ലൈൻ L2. L1 L2 ആണ് ലൈൻസ്. നമുക്കിവിടെ ലൈൻ ഇതിനെ L1 എന്ന് കൊടുക്കാം, ഇതിനെ L2 എന്ന് കൊടുക്കാം. അപ്പോൾ മുൻപ് എഴുതിയ പോലെ തന്നെ ഒന്നാമത്തെ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ നമുക്കറിയാം θ1. ഫസ്റ്റ് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ θ1. സെക്കൻഡ് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ നോക്കുക, ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനാണ്. ഇതും ഇൻക്ലിനേഷനാണ്, പക്ഷേ ഇത് നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻക്ലിനേഷൻ സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ് ആണ്. ഇതിനെ നമ്മൾ θ2 എന്ന് പറയുന്നു. പിന്നെ കൂടാതെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, എന്താ? 90 ഡിഗ്രി. അപ്പോൾ ലൈൻ L1 അതിൻ്റെ ഇൻക്ലിനേഷൻ θ1, അതിൻ്റെ സ്ലോപ്പ് M1. L2 അതിൻ്റെ ഇൻക്ലിനേഷൻ θ2, അതിൻ്റെ സ്ലോപ്പ് M2. നമുക്ക് ഈ കാര്യം കൂടി ഒന്ന് എഴുതാം. ഇതെല്ലാം നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. കൺസിഡർ ടു പെർപെൻഡിക്കുലർ ലൈൻസ്. പെർപെൻഡിക്കുലർ ലൈൻസ്, ലൈൻ്റെ പേര് L1 ആൻഡ് L2 വിത്ത് ഇൻക്ലിനേഷൻ ഫസ്റ്റിൻ്റെ ഇൻക്ലിനേഷൻ θ1 ആൻഡ് θ2. also slopes M1 and M2. ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ ലൈൻ്റെ ഇൻക്ലിനേഷൻ θ1, രണ്ടാമത്തേൻ്റെ θ2. ഇവ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. നമുക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളാണ് θ1, അതുപോലെ തന്നെ 90. അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് θ2. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് θ2 എന്നുള്ളത് ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിളാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ അതല്ല, ഡിസ്റ്റൻറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണ്. അതായത് നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ത്രികോണത്തിൻ്റെ കോണിൻ്റെ അളവ് അതിൻ്റെ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഡിസ്റ്റൻറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വലാണ് എന്ന് ചുരുക്കം. അതായത് θ2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 90 + θ1. അതായത് ഗിവൺ കണ്ടീഷൻ പ്രകാരം എഴുതാൻ പറ്റുന്നത് θ2 = 90 + θ1 എന്നെഴുതാം. സ്ലോപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ tan θ2 = tan of 90 + θ1. tan 90 + θ1 ഫസ്റ്റ് ഇവിടെ 1 × 90 ആണ്. അപ്പോൾ tan എന്നുള്ളത് കോട്ടായിട്ട് മാറുന്നു, cot θ1. കൂടാതെ ക്വാഡ്രൻ്റ് സെക്കൻഡാണ് നെഗറ്റീവ്. നമുക്ക് -1/tan θ1 എന്നെഴുതാം. tan θ1 ഇവിടെ തന്നിരിക്കുന്നു. ഫസ്റ്റ് ലൈൻ L1 ആണ്, അതിൻ്റെ ഇൻക്ലിനേഷൻ θ1 ആണ്. സ്ലോപ്പ് M1 ആണെങ്കിൽ നമുക്ക് θ1നെ tan θ1നെ M1 എന്നും tan θ2നെ M2 എന്നും എഴുതാം. അതായത് നമുക്ക് എഴുതാം M2 = -1/M1. അതായത് സ്ലോപ്പും രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് തന്നാൽ അതിന് പെർപെൻഡിക്കുലർ ആകാനുള്ള കണ്ടീഷൻ. അതായത് ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാം.
m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. അതായത് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 എന്ന് നമുക്ക് പറയാം. നമുക്കിതിനെ ഒരു റിസൾട്ടായിട്ട് എഴുതാം. അപ്പോൾ റിസൾട്ടായിട്ട് നമ്മൾ എഴുതുന്നത് two non-vertical lines are perpendicular if and only if and only if their slopes are negative reciprocals. Negative reciprocals to each other. ഇപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 2/5 ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായ ലൈനിൻ്റെ സ്ലോപ്പ് 5/2 റെസിപ്രോക്കൽ ആക്കുന്നു, ചിഹ്നം മാറ്റുന്നു. 1/3 ആണെങ്കിൽ -3 ആയിരിക്കും പെർപെൻഡിക്കുലറായ മറ്റൊരു ലൈനിൻ്റെ സ്ലോപ്പ് എന്നർത്ഥം. Then next section, angle between two lines. രണ്ട് ലൈൻ തന്നാൽ അതിൻ്റെ ആംഗിൾ കാണേണ്ട മെത്തേഡ്. അപ്പോൾ രണ്ട് ലൈൻ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ ഒരു ലൈൻ L1 ഒരു ലൈൻ L2 രണ്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഒരു ലൈൻ കിട്ടി, ദെൻ മറ്റൊരു ലൈൻ, രണ്ട് ലൈൻ L1 ലൈൻ L2. അപ്പോൾ നേരത്തെ എഴുതുന്ന പോലെ തന്നെ y ആക്സിസ് അതുപോലെ എക്സ് ആക്സിസ്. നമുക്ക് ഒന്നാമത്തെ ലൈൻ ഇതിനെ ഫസ്റ്റ് ലൈൻ എന്ന് കൊടുക്കാം, അതായത് L1. ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈൻ, ഇതിനെ L2 എന്ന് കൊടുക്കാം, L1 L2. ഇനി L1 ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥിരം ചെയ്യുന്നത് L1ൻ്റെ ഇൻക്ലിനേഷൻ θ1, L2ൻ്റെ ഇൻക്ലിനേഷൻ θ2. എല്ലാം ഒരേ മെത്തേഡാണ്. ഇനി L1ൻ്റെ സ്ലോപ്പ് m1, L2ൻ്റെ സ്ലോപ്പ് m2. നമുക്ക് ആ കാര്യങ്ങളൊന്ന് എഴുതാം. അതായത് കൺസിഡർ two lines ലൈൻ്റെ പേര് L1 ആൻഡ് L2 with inclination θ1 and θ2 and slopes m1 and m2. ഇത് ടെസ്റ്റിൽ α1 α2 ആണ്. നമ്മളെല്ലാം ഒരേ മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാൻ എളുപ്പത്തിന് മാറ്റുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. നമുക്ക് ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്, ഇപ്പുറത്തും ഒരു ആംഗിൾ ഉണ്ട്. ഇതിനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. നമ്മളെപ്പോഴും ചെറിയ ആംഗിളാണ് കാണാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ നമുക്ക് 180 - θ എന്ന് കൊടുക്കാവുന്നതേ ഉള്ളൂ. 180 - θ. ഇത് രണ്ടും ആംഗിൾ തന്നെയാണ്. നമ്മൾ ആദ്യം ഈ തീറ്റ ചെറിയ ആംഗിളാണ് കാണുന്നത്. കഴിഞ്ഞ കേസിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഒരാംഗിളാണ് തീറ്റ, മറ്റൊരാംഗിളാണ് θ1. ഇത് രണ്ടും ഇൻറ്റീരിയർ ആംഗിളാണ്. ആ ട്രയാങ്കിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് θ2. അതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ നമുക്ക് എഴുതാവുന്നത് θ2 എന്ന് പറഞ്ഞാൽ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ഡിസ്റ്റൻറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, θ പ്ലസ് θ1 എന്നെഴുതാം. ഇനി രണ്ട് ഭാഗത്തും ടാൻ അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് തീറ്റേനെ ആക്കി മാറ്റാം. അതായത് തീറ്റ ഈക്വൽ ടു തീറ്റയാണ് നമുക്ക് കാണേണ്ടത്. തീറ്റ 2 മൈനസ് തീറ്റ 1. രണ്ട് ഭാഗത്തും ടാൻ അപ്ലൈ ചെയ്താൽ ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ 2 മൈനസ് തീറ്റ 1. ടാൻ എക്സ് മൈനസ് വൈ പഠിച്ചതാണ്. ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 ബൈ 1 പ്ലസ് ടാൻ തീറ്റ 2 ഇൻറ്റു ടാൻ തീറ്റ 1. നമുക്കറിയാം ടാൻ തീറ്റ 2 രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പാണ്, ദാറ്റ് ഈസ് M2. ഒന്നാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് M1. അപ്പോൾ ഇങ്ങനെ എഴുതാം, M2 മൈനസ് M1 ബൈ 1 പ്ലസ് M2 ഇൻറ്റു M1. ടാൻ തീറ്റ ടാൻ തീറ്റ കാണാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഒന്നും കൂടി ഇത് ക്ലിയർ ആക്കി എഴുതാം. രണ്ട് ലൈൻ തമ്മിലുള്ള സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഈ ആംഗിൾ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ വരാം. M2 മൈനസ് M1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. അതായത് ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ടാൻ തീറ്റ ലെസ് ദാൻ 90 പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും, നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും ആംഗിൾ വരും. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ അർത്ഥം അക്യൂട്ട് ചെറിയ ആംഗിൾ ആയിരിക്കും. ടാൻ തീറ്റ വലിയ വാല്യൂ ആണെങ്കിൽ ഇപ്പുറത്ത് കാണുന്ന വലിയ ആംഗിൾ ആയിരിക്കും എന്നർത്ഥം. പോസിറ്റീവ് ആണെങ്കിൽ ചെറിയ ആംഗിൾ, നെഗറ്റീവ് ആണെങ്കിൽ വലിയ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നർത്ഥം. എന്നാൽ നമുക്ക് എല്ലായ്പ്പോഴും ഈ പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും? ഇതിനൊരു മോഡുലസ് എടുത്താൽ മതിയായിരിക്കും. അതായത് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് സ്ലോപ്പ് M1 ആൻഡ് M2 ഈസ് ഗിവൺ ബൈ ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M1 M2 എന്ന രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റി എഴുതാം. ഒന്നും കൂടി നന്നാക്കി എഴുതാമെന്നർത്ഥം. അപ്പോൾ ആൻസറാക്കി എഴുതേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് സ്ലോപ്സ് M1 and M2 is given by tan theta equal to M2 minus M1 by 1 plus M1 into M2. നമ്മൾ ഓർഡർ ഒന്ന് മാറ്റിയെന്ന് മാത്രം. നമുക്കിനി ഏതാനും നോട്ട്സ് എഴുതാം പോയിന്റുകളാക്കിയിട്ട്. ഒന്നാമത്തെ, when tan theta is പോസിറ്റീവ്, കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ then theta is acute. തീറ്റ അക്യൂട്ട് ആണ്. ഇനി രണ്ടാമത്തെ, when tan theta is negative, then theta is obtuse. അതായത് പോസിറ്റീവ് ആണെങ്കിൽ കിട്ടിയ ആംഗിൾ അക്യൂട്ടാണ്, നെഗറ്റീവ് ആണെങ്കിൽ കിട്ടിയ ആംഗിൾ ഒബ്റ്റ്യൂസ് ആണ്. ഇനി എല്ലാറ്റിനുപരി നമുക്കിതിനെ മോഡുലസ് ആക്കിയാൽ എല്ലായ്പ്പോഴും അക്യൂട്ട് ആംഗിൾ കിട്ടും എന്നർത്ഥം. അതായത് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ two lines with slopes M1 and M2
is given by tan theta equal to modulus m2 minus m1 by 1 plus m1 m2. ഈ അവസാനം എഴുതിയ മൂന്നാമത്തെ പോയിൻ്റാണ് നമ്മളെല്ലായ്പ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത്. ദെൻ നമുക്കിനി ഒരു പോയിൻറ്റും കൂടിയാണ് ഇതിൽ ബാക്കിയുള്ളത്. കൊളീനിയാരിറ്റി ഓഫ് 3 പോയിൻറ്റ്സ്, 3 പോയിൻ്റ് കൊളീനിയർ ആകാനുള്ള കണ്ടീഷൻ. അപ്പോൾ കൊളീനിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലൈൻ, ആ ലൈനിലുള്ള 3 പോയിൻ്റ് നോക്കുക. നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ മറ്റ് കാര്യങ്ങൾ എഴുതാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ലൈനിനെ നമുക്ക് എൽ എന്ന് പേര് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൽ 3 പോയിൻ്റാണ്. നമുക്ക് ഇവിടുത്തെ ഒരു പോയിൻ്റ് കൊടുക്കാം ക്യാപിറ്റൽ എ, ദെൻ മറ്റൊരു പോയിൻ്റ് കൊടുക്കാം ക്യാപിറ്റൽ ബി, മറ്റൊരു പോയിൻ്റ് കൊടുക്കാം ക്യാപിറ്റൽ സി. ഈ 3 പോയിൻറ്റും ഒരേ ലൈനിൽ വരുമ്പോഴാണ് കൊളീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ എന്നും കൊടുക്കാം, ഇൻക്ലിനേഷൻ തീറ്റ. അതുകൊണ്ട് ഈ ഇൻക്ലിനേഷൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ചാൽ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ അത് ടാൻ തീറ്റയായിരിക്കും. രണ്ടാമത്തെ ലൈൻ അതും ടാൻ തീറ്റയായിരിക്കും. അപ്പോൾ എ ബിയുടെ സ്ലോപ്പും അതുപോലെ തന്നെ ബി സിയുടെ സ്ലോപ്പും എന്ത് തന്നെയാണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു ടാൻ തീറ്റ, സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു ടാൻ തീറ്റ. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാനുള്ളത് the 3 points നമുക്ക് നേരിട്ട് എഴുതാം. the 3 points capital A, capital B, capital C are collinear if and only if slope of AB equal to slope of BC. ഇതാണ് നമുക്ക് വേണ്ട കണ്ടീഷൻ. 3 പോയിൻ്റ് കൊളീനിയർ ആകാനുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചത് 3 പോയിൻ്റ് കൊളീനിയർ ആകാനുള്ള കണ്ടീഷൻ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, കണ്ടീഷൻ ഫോർ പാരലലിസം, കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി, സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഭാഗങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അടുത്ത സെക്ഷനിൽ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.